ഇതിൻ്റെ കൂടെ വേണ്ടത് ഫോം ഫ്ലവറാണ്. വൈറ്റും റെഡും ഗ്രീൻ കളറും ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ സിൽവർ ബീഡ് വലുതും ചെറുതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൂടാതെ ഇതിന് നമുക്ക് ത്രെഡും സൂചിയും വേണം. അപ്പം നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ നൂലെടുക്കുക, എന്നിട്ട് അതിൽ സൂചിയിൽ കോർത്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ട് ചെറിയ സിൽവർ കളർ ബീഡ് കോർത്ത് നല്ല രീതിക്ക് അറ്റത്ത് കെട്ടി വെക്കാം. ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം. ഒട്ടിച്ച് വെക്കുന്നവർക്ക് ഒട്ടിച്ച് വെക്കാം, നോ പ്രോബ്ലം കേട്ടോ. ഇനി ഈ കാണിക്കുന്നത് പോലെ ഫ്ലവർ കോർക്കുക. വലിയ ബീഡ്, ഒരു കുഞ്ഞു ബീഡ്, വീണ്ടും ഒരു വലിയ ബീഡ്, ഒരു കുഞ്ഞു ബീഡ്. അതേപോലെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ മെത്തേഡിൽ കോർക്കാം. കോർത്തതിന് ശേഷം വീണ്ടും ഒരു വലിയ ബീഡും ഒരു കുഞ്ഞു ബീഡ്, ഒരു വലിയ ബീഡ്, എന്നിട്ട് ഫോം ഫ്ലവർ നേരത്തെ കോർത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കോർക്കുക. ഒരു കുഞ്ഞു ബീഡ് കൂടെ കോർക്കാം. ഓക്കെ, ഇതേപോലെ കോർത്തതിന് ശേഷം താഴെ ഭാഗം നമ്മൾ ത്രെഡിൻ്റെ അറ്റത്തേക്ക് ഇതിനെ കൊണ്ടുപോയതിന് ശേഷം കുഞ്ഞു ബീഡിനെ അവോയ്ഡ് ചെയ്തിട്ട് ഫോം ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ 3 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം. തിരിച്ച് ഓപ്പോസിറ്റായിട്ട് വരിക. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി 4ാമത്തെ ബീഡിലൂടെ ഒന്ന് കോർക്കാം. 4ാമത്തെ ബീഡ് നമ്മുടെ സെൻറ്റർ ബീഡായിരിക്കും. അത് നമ്മൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. വീണ്ടും ഒരു വലിയ ബീഡും ഒരു ചെറിയ ബീഡും ഒരു വലിയ ബീഡും ഫോം ഫ്ലവർ ഓപ്പോസിറ്റായിട്ട് കോർക്കുക. ഒരു കുഞ്ഞു ബീഡ് കോർക്കുക. എന്നിട്ട് കുഞ്ഞു ബീഡിനെ അവോയ്ഡ് ചെയ്തിട്ട് ഫോം ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ആ 3 ബീഡിലേക്കും കോർക്കാം. അപ്പോൾ 4ാമത്തെ സെൻറ്റർ ബീഡിലൂടെ കോർക്കണം. അപ്പോൾ ഇതിൻ്റെ നൂലിനൊന്ന് ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം 4ാമത്തെ സെൻറ്റർ ബീഡിലൂടെ കോർക്കുക കേട്ടോ. കോർത്തതിന് ശേഷം അടുത്തത് നമ്മുടെ മെയിൻ മെത്തേഡാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വലിയ ബീഡ് ഫോം ഫ്ലവർ മിക്സഡ് കളറിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ഒരു കളറാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് ഗ്രീന് വൈറ്റ് ഈ ഒരു മെത്തേഡിൽ ഈ ഒരു പാറ്റേണിലാണ് കോർക്കുന്നത്. അപ്പോൾ ഒരു വലിയ ബീഡ് ഫോം ഫ്ലവർ, വലിയ ബീഡ് ഫോം ഫ്ലവർ എന്ന മെത്തേഡിൽ കോർത്ത് പോകും കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എത്ര വേണോ അതിൻ്റെ നേരെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ബീഡ് എക്സ്ട്രാ കോർത്തിട്ടാണ് അടുത്ത കോർക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ലാസ്റ്റ് വൈറ്റ് കഴിഞ്ഞിട്ട് 2 ബീഡ് കോർക്കും. എന്നിട്ട് ചെയ്യുന്നത് ഫോം ഫ്ലവർ ഇത്രയും നേരം കോർത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർക്കാം. അപ്പോൾ കുറച്ച് മുമ്പേ കോർത്തത് സെൻറ്ററിൽ നിന്ന് മേളിലേക്ക് ആ ഗ്രീൻ ഭാഗത്തായിട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോർക്കേണ്ടത് ആ ഗ്രീൻ പോർഷനിൽ നിന്ന് സെൻറ്ററിലേക്ക് കോർത്തെടുക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഫോം ഫ്ലവർ 2 ഭാഗത്തും താഴേക്കാണ് വരുന്നത്. അതിന് ശേഷം നമ്മൾ ലെങ്ത്തിനനുസരിച്ച് ഈക്വലായിട്ട് 2 സൈഡും ഈക്വലായിട്ട് കോർത്തതിന് ശേഷം സെൻറ്ററിലെ 4ാമത്തെ ബീഡില്ലേ അതിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. എന്നിട്ട് ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്തുള്ള ബീഡും ഫോം ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക്. ഇനി വന്നിട്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നില്ലേ, കണ്ണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഡാൻസ് പരിപാടിക്കാണെങ്കിലും അല്ലെങ്കിൽ നല്ല ഫ്രോക്ക് ഉണ്ടാവില്ലേ, പൊങ്ങി നിൽക്കുന്ന ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ഒരേ കളറ് ഫോം ഫ്ലവർ വെച്ചിട്ട് മാല ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതെൻ്റെ കണ്ണിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണിന് ഈ ഒരു മാല കഴുത്തിൽ ഇട്ടിട്ടുള്ളൊരു ഇട്ടത് കൂടി ഞാൻ കാണിച്ചു തരാം. പക്ഷേ എങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി ലെങ്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഞാനിത് ആടെ കഴുത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വർക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.